ഹായ് ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സ്റ്റെഫി ജിബി. നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരേപോലെ ഉപയോഗപ്പെടുന്ന ഒരു വീഡിയോ ആണ്. എന്താണെന്നല്ലേ, പ്രിവെന്റീവ് ഹെൽത്ത് ചെക്കപ്പിനുള്ള വീഡിയോ ആണ്. അതെങ്ങനെ നമുക്ക് ബുക്ക് ചെയ്യാം എന്നുള്ള വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. മുമ്പ് നമുക്ക് സ്റ്റാർ ഹെൽത്തിന്റെ എല്ലാ പോളിസികളിലും നമുക്ക് റീഇംബേഴ്സ്മെന്റിലായിരുന്നു ഈ ഒരു ഹെൽത്ത് ചെക്കപ്പ് ഫെസിലിറ്റി കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ ഫുള്ളും ക്യാഷ്ലെസ് ആയിട്ട് കമ്പനി കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിനൊക്കെ കുറച്ചുകൂടെ ഈസി ആയിട്ട് ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് ഫസ്റ്റ് നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് എടുക്കേണ്ട, അതുപോലെ ഡോക്യുമെന്റ്സ് ഒക്കെ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യേണ്ട, പിന്നെ റീഫണ്ട് നോക്കി നിൽക്കേണ്ട, അങ്ങനെയുള്ള യാതൊരു പ്രൊസീജിയേഴ്സും ഇപ്പൊ ഇല്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നമ്മുടെ സ്റ്റാർ ഹെൽത്തിന്റെ ആപ്പിൽ കൂടെ വേണം നമ്മൾ ബുക്ക് ചെയ്ത് പോയി ഈ ഒരു ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാനും. അതുപോലെ നമുക്ക് റിപ്പോർട്ട് കിട്ടുന്നതും നമ്മുടെ ഈ ഒരു ആപ്പിൽ തന്നെയായിരിക്കും കിട്ടുന്നത്. അപ്പൊ നമ്മള് ഇതെങ്ങനെയാണ് ബുക്ക് ചെയ്ത് തൊട്ട് നമുക്ക് തിരിച്ച് ഈ റിപ്പോർട്ട് കിട്ടുന്നത് വരെ എങ്ങനെയാണെന്നുള്ളത് ഞാനൊരു സ്ക്രീൻ ഇപ്പൊ ഷെയർ ചെയ്യാം. എൻ്റെ ഒരു കസ്റ്റമറിന് നമ്മൾ ബുക്ക് ചെയ്ത് കൊടുത്തതാണ്. അപ്പൊ അതിന്റെ ഒരു സ്ക്രീൻ വീഡിയോ ഞാനിപ്പോ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഫസ്റ്റ് പ്ലേ സ്റ്റോറിൽ നിന്ന് സ്റ്റാർ ഹെൽത്തിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ഇതിലെ പോളിസിയിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പർ വെച്ച് OTP കൊടുത്ത് ലോഗിൻ ചെയ്യാം. നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും വരുന്നത്. ഇതൊന്ന് സ്ക്രോൾ ചെയ്ത് താഴോട്ട് പോവാം. അപ്പൊ തന്നെ നമുക്ക് ഇതിൽ പ്രിവെന്റീവ് കെയർ എന്ന ഓപ്ഷൻ കാണിച്ചിരിക്കും. അപ്പൊ അത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഇവിടെ സെലക്ടഡ് പോളിസി, നമുക്ക് പോളിസി ഒന്നിൽ കൂടുതൽ പോളിസി ഉണ്ടെങ്കിൽ നമുക്കത് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ പേഷ്യന്റ് നെയിം നമുക്കിവിടെ സെലക്ട് ചെയ്യാം. ഫാമിലി പോളിസി ആണെങ്കിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട്, അപ്പൊ അത് നമുക്ക് ആരുടെ പേരാണോ അത് സെലക്ട് ചെയ്യാം. എന്നിട്ട് നെക്സ്റ്റ് പേജിലേക്ക് പോകും. അവിടെ ഇതിലെ പാക്കേജ് കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വണ്ണിൽ നമുക്ക് 500 രൂപ തൊട്ട് 1750 രൂപ വരെയുള്ള പാക്കേജ് ആണ് വരുന്നത്. സെക്കൻഡില് 2000 രൂപ തൊട്ട് 4000 രൂപ വരെയുള്ള പാക്കേജും, തേർഡ് വണ്ണില് 5000 രൂപ തൊട്ട് 7500 രൂപ വരെയാണ് വരുന്നത്. ഇതിൽ നമ്മളിപ്പോ 5000 ആണ് ബുക്ക് ചെയ്യുന്നത്. ഇതിൽ കണ്ടോ 5000 വേണ്ടിയിട്ട് ഫ്രീ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ അത് ബുക്ക് നൗ കൊടുത്ത് ബുക്ക് ചെയ്യുവാണ്. ഇതിൽ നമുക്ക് നമ്മുടെ ലൊക്കേഷൻ ഓൺ ആക്കുന്നുണ്ട്. നമുക്ക് ഏതാണോ ലൊക്കേഷൻ വേണ്ട പ്രിഫേർഡ് ആയിട്ടുള്ള ലൊക്കേഷന് കൊടുക്കുക. അപ്പൊ നമുക്ക് പിൻകോഡ് കൊടുക്കാം. കസ്റ്റമറിന് ആവശ്യമുള്ള പിൻകോഡ് ഞാനിവിടെ കൊടുക്കുവാണ്. അപ്പൊ നമ്മള് പിൻകോഡ് കൊടുത്തു. പിൻകോഡ് കൊടുത്തപ്പോഴത്തേക്ക് നമുക്ക് 2 DDRC ലാബ് ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ ഫസ്റ്റ് വൺ ആണ് കസ്റ്റമറിന് വേണ്ടത്. അപ്പൊ നമ്മളത് ബുക്ക് നൗ കൊടുത്ത് നമ്മൾ ബുക്ക് ചെയ്യുവാണ്. നമ്മളത് ബുക്ക് ചെയ്യും കൊടുത്ത് അത് കഴിയുമ്പോൾ നമുക്ക് ഡേറ്റും ടൈമും കാണിക്കുന്ന 5 ഡേറ്റ് ആണ് ഇതിൽ വരുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ എടുക്കുക. ടൈം വരുന്ന എല്ലാ ദിവസവും മോർണിംഗ് തന്നെ ആയിരിക്കും, സെയിം ടൈം ആണ് വരുന്നത്. അപ്പൊ ഡേറ്റ് നമുക്ക് ആവശ്യമുള്ള കൊടുക്കാം. ഇപ്പൊ നമ്മളിവിടെ കൊടുക്കുന്നത് 27th മൺഡേ ഡേറ്റ് ആണ് കൊടുക്കുന്നത്. മോർണിംഗ് സ്ലോട്ട് നമ്മൾ ഇവിടെ കൊടുത്തു. നെക്സ്റ്റ് കൊടുത്തു. ഇപ്പോൾ ഓർഡർ റിവ്യൂ കാണിക്കുവാണ്. നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കാണിക്കുന്നു. ഇതിന്റെ എമൗണ്ട് ഉണ്ട്, പെയ്ഡ് ബൈ സ്റ്റാർ ഹെൽത്ത് ആണ് കാണിക്കുന്ന 5000. നമുക്ക് 1 രൂപ പോലും ഇന്നത്തെ പേയ്മെന്റ് ചെയ്യണ്ട. നേരത്തെ നെക്സ്റ്റ് പേജിലേക്ക് പോവാണ്. അപ്പൊ ഇതിൽ നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് ഇതിൽ കാണിക്കുന്നുണ്ട്. പേഷ്യന്റ് ഇത്, ഓർഡർ ID, ഡേറ്റ്, ടൈം എല്ലാം കാണിക്കുന്നുണ്ട്. നമ്മള് അതിൽ നിന്ന് വാലിഡ് ചെയ്യുന്നതിന് 5000 പോയിട്ടുണ്ട്. നമ്മൾ വേറെ പേയ്മെന്റ് ഒന്നും ചെയ്തിട്ടില്ല. ഇതിൽ ഓർഡർ പ്ലേസ് ചെയ്ത് കാണിച്ചു. അടുത്ത പാർട്ട്ണർ കൺഫർമേഷൻ വെയിറ്റിംഗ് കാണിക്കുന്നുണ്ട്. ഇതിൽ അപ്പം നമുക്കൊരു കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ്, കൺഫർമേഷൻ കോൾ അല്ലെങ്കിൽ മെസ്സേജ് വരുന്നതായിരിക്കും. അതിനുശേഷം ആ പറഞ്ഞ ഡേറ്റും ടൈമിൽ നമുക്ക് പോയി ടെസ്റ്റ് ചെയ്യാം. അതിന്റെ റിപ്പോർട്ട് നമുക്ക് ഇതിൽ തന്നെ കിട്ടും. ഇനി നമുക്കിത് റീഷെഡ്യൂൾ ചെയ്യണമെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാം. ഡേറ്റ് മാറ്റി കൊടുക്കാം. ഇല്ലെങ്കിൽ ബുക്കിംഗ് ക്യാൻസൽ ചെയ്യണമെങ്കിൽ അതും ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. ബാക്കിയുള്ളതെല്ലാം നമ്മൾ ഓരോന്ന് ചെയ്യുമ്പം ഇതെല്ലാം ഗ്രീൻ ടിക്ക് വരുന്നതായിരിക്കും. ഇനി ഇത് എങ്ങനെയാണ് നമുക്ക് അടുത്ത ഇത് ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ റിപ്പോർട്ട് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നതെന്നും കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം. അതിന് നമ്മുടെ ആപ്പ് ഒന്ന് ഫസ്റ്റ് ലോഗിൻ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പ്രിവെന്റീവ് കെയർ എന്ന ഓപ്ഷൻ എടുക്കുക. ഇത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ് കാണിക്കുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് നേരത്തെ പോലെ തന്നെ പോളിസിയും പേഷ്യന്റ് നെയിമും ഒക്കെ നമ്മൾ സെലക്ട് ചെയ്തെടുക്കുക. നെക്സ്റ്റ് പേജിൽ നമുക്ക് കണ്ടോ എല്ലാം നമുക്ക് കംപ്ലീറ്റ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഓൾറെഡി ടെസ്റ്റ് എല്ലാം ചെയ്ത് കഴിഞ്ഞു, അതുകൊണ്ടാണ് ഇവിടെ കംപ്ലീറ്റ് കാണിക്കുന്നത്. അതിൽ തന്നെ ഡൗൺലോഡ് റിപ്പോർട്ട് എന്ന ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ് റിപ്പോർട്ട് ക്ലിക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് വൺ ഒരു സ്മാർട്ട് സമ്മറി എന്നും പറഞ്ഞുകൊണ്ട് കാണിക്കുന്നുണ്ട്. അതിൽ നമുക്ക് നമ്മുടെ ഓരോ ഇതിന്റെ വാല്യൂ, നമ്മൾ ടെസ്റ്റ് ചെയ്തതിന്റെ വാല്യൂസ് എല്ലാം നമുക്ക്
കുറച്ചുകൂടെ ബോൾഡായിട്ട് നമുക്ക് കാണിക്കുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ അത് നോക്കിയാൽ മതി. നമുക്ക് റിപ്പോർട്ടായിട്ട് ഞാൻ ഇതിൽ ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. അതായത് നമുക്ക് ഒറിജിനൽ റിപ്പോർട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഫയൽ ഓപ്പൺ ചെയ്തപ്പോൾ നമുക്കൊരു PDF ആണ് കിട്ടുന്നത്. അപ്പൊ ഇതിനകത്ത് നമ്മുടെ ടെസ്റ്റിന് എല്ലാ റിപ്പോർട്ടും, സ്കാനിങ്, എക്സ്റേ, ECG റിപ്പോർട്ട്, എല്ലാ റിപ്പോർട്ടും നമുക്ക് ഇതിനകത്ത് ഒറ്റ PDF ആയിട്ട് കിട്ടുന്നതാണ്. അന്ന് ബാക്ക് അടിക്കുമ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ ചെയ്തതുണ്ട് എല്ലാം കംപ്ലീറ്റ് ആയെന്നും പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പോ ഇതിന്റെ ഫുൾ ഇതും കംപ്ലീറ്റ് ആയെന്ന് കാരണം നമുക്ക് റിപ്പോർട്ടും കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ഇത്രേ ഉള്ളൂ. എല്ലാ പോളിസികളിലും നമുക്ക് എല്ലാ വർഷവും ഹെൽത്ത് ചെക്കപ്പ് ഫെസിലിറ്റി ഉണ്ടായിരിക്കില്ല. അതുപോലെ എല്ലാ എമൗണ്ട് നമുക്ക് ഇഷ്ടമുള്ള എമൗണ്ട് നമുക്ക് ചൂസ് ചെയ്യാനും സാധിക്കില്ല. കോംപ്രഹെൻസീവ്, യങ്സ്റ്റാർ പോലെയുള്ള പോളിസികളിലാണെങ്കിൽ എല്ലാ വർഷവും നമുക്ക് ഹെൽത്ത് ചെക്കപ്പ് ഫെസിലിറ്റി ഇല്ല. നമുക്ക് ക്ലെയിം ഇല്ലാത്ത വർഷങ്ങളിൽ മാത്രമേ ഹെൽത്ത് ചെക്കപ്പ് ഫെസിലിറ്റി കിട്ടുള്ളൂ. അതായത് കഴിഞ്ഞ ഒരു വർഷം ക്ലെയിം ഒന്നും എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രമായിരിക്കും ഈ ഒരു വർഷം ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതും നമ്മുടെ സമ്മിഷേർഡിനനുസരിച്ച് നമുക്ക് അതിനകത്ത് എമൗണ്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ആ ഒരു എമൗണ്ടിന് മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇനി അഷ്വർ, സൂപ്പർ സ്റ്റാർ പോലെയുള്ള പോളിസികളാണ്, വുമൺ കെയർ പോലെയുള്ള പോളിസികളിൽ നമുക്ക് എല്ലാ വർഷവും ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാം. ക്ലെയിം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാ വർഷവും ചെയ്യാം. പക്ഷെ നിങ്ങളുടെ സമ്മിഷേർഡിനെ ബേസ് ചെയ്തിട്ടുള്ള എമൗണ്ടിന് ആയിരിക്കും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. നിങ്ങൾക്ക് എന്റെ ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ എന്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കൊടുക്കുക. നിങ്ങൾക്ക് സ്റ്റാർ ഹെൽത്തിന്റെ പോളിസീസ് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എന്റെ നമ്പർ 8943892639. നമ്മുടെ അടുത്ത വീഡിയോ ക്ലെയിം റിജക്ഷൻ വരാതിരിക്കാനുള്ള ടിപ്സ് ആണ്. നമ്മുടെ ക്ലെയിം റിജക്ട് ആകാതിരിക്കാനുള്ള കുറച്ച് ടിപ്സ് ആണ് നമ്മുടെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പോൾ വീഡിയോ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന നോട്ടിഫിക്കേഷൻ കോഡ് കൊടുക്കുക. അപ്പൊ ഞാൻ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ടേക്ക് കെയർ, ബൈ.